വേരുപടർത്തി ഒരു വൻമരമാകാമെന്ന മോഹത്തിൽ തമിഴ്നാട്ടിൽ കിടന്ന് കുഴഞ്ഞുമറിയുന്ന ബി.ജെ.പിക്ക് എന്തോ കാര്യങ്ങൾ അങ്ങൊന്നും ഒക്കുന്നില്ല. തമിഴ്നാട്ടിൽ 18 അടവും പയറ്റിയിട്ടും കാര്യമില്ല, നമ്മളൊന്നും ഏൽക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. കേന്ദ്ര സർക്കാരുമായുള്ള തമിഴ്നാടിന്റെ ത്രിഭാഷാ യുദ്ധത്തിന് വലുതെന്തോ ചെയ്യാമെന്ന് കരുതി ഇറങ്ങിയ ബി.ജെ.പിക്കാർ ചമ്മിപ്പോയി. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് കീഴിലുള്ള വിവാദമായ ത്രിഭാഷാ നയത്തിന് ഒപ്പ് ശേഖരിക്കാൻ ഇറങ്ങിയതാണ് പോലീസിന്റെ അടിയും കിട്ടി പോകേണ്ടി വന്നത്. അങ്ങനെ മുതിർന്ന ബി.ജെ.പി നേതാവ് തമിഴ്സൈ സൗന്ദരരാജനെ ഗ്രേറ്റർ ചെന്നൈ പോലീസ് കസ്റ്റഡിയിലും എടുത്തു. ഈ വിഷയത്തിൽ സംസാരിച്ച സൗന്ദരരാജൻ 3 ഭാഷാ നയത്തോടുള്ള സംസ്ഥാനത്തിന്റെ എതിർപ്പിനെ ചോദ്യം ചെയ്തപാടെ പോലീസ് കളത്തിലേക്ക് ഇറങ്ങി അടിച്ചോടിച്ചു. തമിഴ്നാട് ബി.ജെ.പി യൂണിറ്റ് ഒപ്പുശേഖരണ പ്രചാരണത്തിന് തുടക്കം കുറിച്ചതാണ് കാര്യങ്ങളുടെ തുടക്കം. സംസ്ഥാന പ്രസിഡന്റ് കെ അണ്ണാമലൈ, സൗന്ദരരാജൻ, മറ്റ് നിരവധി മുതിർന്ന നേതാക്കൾ എന്നിവർ പങ്കെടുത്തിരുന്നു. പ്രാദേശിക ഭാഷകളെ അവഗണിച്ച് സംസ്കൃതവും ഹിന്ദിയും പ്രോത്സാഹിപ്പിക്കുന്നതാണ് നയമെന്ന ആശങ്കയിൽ നിന്നുമാണ് തമിഴ്നാടിന്റെ NEP എതിർപ്പെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഇതിനു ശേഷമാണ് ഒരു ഒപ്പുശേഖരണ നടപടിയിലേക്ക് ബി.ജെ.പി കടക്കുന്നത്. ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മറ്റ് ഇന്ത്യൻ ഭാഷകളെക്കാൾ സംസ്കൃതത്തിന് മുൻഗണന നൽകുന്നു എന്നും ആരോപിച്ച മുഖ്യമന്ത്രി ഉറുദു ഇൻസ്ട്രക്ടർമാർക്ക് പകരം സംസ്കൃത അധ്യാപകരെ നിയമിക്കാനുള്ള രാജസ്ഥാന്റെ തീരുമാനത്തെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയിരുന്നു. സർക്കാരിന് വെട്ടിക്കാനുള്ള നീക്കം നുളയിലെ തമിഴ്നാട് സർക്കാർ നുള്ളിക്കളഞ്ഞു. ബഹളത്തെ തുടർന്ന് ഒപ്പുശേഖരണത്തിന് നേതൃത്വം ചെയ്തവരെ പോലീസ് വളയുന്ന ദൃശ്യങ്ങളിലേക്ക് പോകാം.